മനുഷ്യന്റെ ദുരാഗ്രഹവും വിധിയും തമ്മിൽ നടന്ന ചോരമണക്കുന്ന ഒരു പുരാതന ഇതിഹാസമാണിത്. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, സ്കോട്ട്ലൻഡിൽ ദയാളുവായ ഡൻകൻ രാജാവ് ഭരിക്കുന്ന കാലം. മക്ബത്ത് എന്ന അതിപ്രഗത്ഭനായ ഒരു സേനാപതി ഉണ്ടായിരുന്നു അവിടെ. നോർവേയുടെ മഹാസൈന്യത്തെ തകർത്തെറിഞ്ഞ് നാടിന്റെ മുഴുവൻ ആദരവും ഏറ്റുവാങ്ങി നിൽക്കുന്ന ഒരു വീരനായകൻ. പക്ഷേ മനുഷ്യന്റെ വിധി എത്ര പെട്ടെന്നാണ് മാറിമറിയുന്നത് അല്ലേ? ആ വിജയത്തിളക്കത്തിൽ നിൽക്കുമ്പോഴും ആ മഹാസേനാപതി അറിഞ്ഞിരുന്നില്ല തന്റെ ജീവിതത്തിന്റെ ഗതി എന്നേക്കുമായി ഇരുളടഞ്ഞൊരു പാതയിലേക്ക് തിരിയാൻ പോവുകയാണെന്ന്. യുദ്ധമെല്ലാം ജയിച്ച് തന്റെ ഉറ്റ സുഹൃത്തായ ബാങ്കോയ്ക്കൊപ്പം മടങ്ങുകയായിരുന്നു അയാൾ. അപ്പോഴാണ് ശൂന്യമായ കാറ്റുവീശിയടിക്കുന്ന ആ പ്രദേശത്ത് അവരെത്തിയത്. അവിടെ അവരെ കാത്ത് ചിലതുണ്ടായിരുന്നു. ഭൂമിയിലുള്ളതല്ലാത്ത വിചിത്ര രൂപങ്ങൾ, മെലിഞ്ഞുണങ്ങിയ ചുണ്ടുകൾ, താടിയുള്ള മുഖങ്ങൾ, കണ്ടാൽ മനുഷ്യരെ പോലെ തോന്നിക്കാത്ത രൂപങ്ങൾ. അവർ ഈ പ്രപഞ്ചത്തിൻ്റേത് തന്നെയാണോ എന്ന് തോന്നിപ്പോകും. ആ ധീരസേനാപതികൾ ശരിക്കും സ്തംഭിച്ചു നിന്നുപോയി. അതൊരു സാധാരണ കണ്ടുമുട്ടലായിരുന്നില്ല. വരാനിരിക്കുന്ന ഒരു വലിയ ദുരന്തത്തിന്റെ തുടക്കമായിരുന്നു അത്. ആ നിഗൂഢരൂപങ്ങൾ അവരെ നോക്കി ഭയാനകമായൊരു പ്രവചനം നടത്തി. സർവമംഗളങ്ങളും ഇനി താങ്കൾ രാജാവാകും എന്നവർ വിളിച്ചു പറഞ്ഞു. ഒന്ന് ആലോചിച്ചു നോക്കൂ, രാജാവിന് മക്കളുള്ളപ്പോൾ താൻ എങ്ങനെ രാജാവാകാനാണ്? മക്ബത്തിന് അത് നന്നായി അറിയാമായിരുന്നു. പക്ഷേ ആ വിചിത്ര സഹോദരിമാർ വായുവിൽ അലിഞ്ഞില്ലാതായെങ്കിലും അവരുടെ വാക്കുകൾ അയാളുടെ മനസ്സിൽ ദുരാഗ്രഹത്തിൻ്റെ ഒരു വലിയ തീപ്പൊരി വീഴ്ത്തിക്കഴിഞ്ഞിരുന്നു. അസാധ്യമെന്ന് കരുതിയ ആ കിരീടം സ്വന്തമാക്കാനുള്ള വഞ്ചനാപരമായ മോഹങ്ങൾ ആ ധീരന്റെ മനസ്സിൽ മെല്ലെ മെല്ലെ വേരുറപ്പിക്കാൻ തുടങ്ങി. ഉള്ളിൽ ദുരാഗ്രഹം ജനിച്ചെങ്കിലും സ്വന്തം രാജാവിന്റെ രക്തം ചിന്താൻ മക്ബത്തിന്റെ മനസ്സാക്ഷി ഒട്ടും അനുവദിച്ചിരുന്നില്ല. എന്നാൽ അയാളുടെ ഭാര്യയോ? ലേഡി മക്ബത്ത് തികച്ചും വ്യത്യസ്തയായിരുന്നു. അധികാര കൊതികൊണ്ട് അന്ധയായ ഒരു സ്ത്രീ. ഭർത്താവിന്റെ ഈ മടിയെ അവർ അതിരൂക്ഷമായി പരിഹസിച്ചു. ഒരു രാത്രി കൊണ്ട് രാജ്യത്തിന്റെ അധികാരം പിടിച്ചെടുക്കണമെന്ന് അവർ നിർബന്ധം പിടിച്ചു. ആ ക്രൂരതയ്ക്ക് മുന്നിൽ മക്ബത്തിന്റെ സദ്ബുദ്ധി അടിയറവ് പറയുകയായിരുന്നു. അങ്ങനെയിരിക്കെ വിജയത്തിന്റെ ആഘോഷങ്ങൾക്കായി ദയാലുവായ ഡൻകൻ രാജാവ് നേരിട്ട് മക്ബത്തിന്റെ കോട്ടയിൽ വിരുന്നിനെത്തി. പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ ശാന്തവും സുന്ദരവുമായൊരിടം. ലേഡി മക്ബത്ത് രാജാവിനെ നിറഞ്ഞ പുഞ്ചിരിയോടെ സ്വീകരിച്ചു. എന്നാൽ ആ നിഷ്കളങ്കമായ പുഷ്പത്തിന് താഴെ മറഞ്ഞിരിക്കുന്ന കൊടിയ സർപ്പത്തെ രാജാവ് കണ്ടില്ല. താൻ ഏറ്റവും വിശ്വസിക്കുന്നവരുടെ ഇടയിലാണ് കൊടിയ ചതി ഒളിഞ്ഞിരിക്കുന്നതെന്നറിയാതെ യാത്രാക്ഷീണത്താൽ ആ വയോധികനായ രാജാവ് ഗാഠനിദ്രയിലാണ്ടു. ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുന്ന പാതിരാത്രി. ദുസ്വപ്നങ്ങൾ മനുഷ്യരുടെ മനസ്സുകളെ കീഴടക്കുന്ന ഭയാനകമായ സമയം. ഇരുണ്ട ഇടനാഴിയിലൂടെ രാജാവിന്റെ മുറി ലക്ഷ്യമാക്കി നടന്നു നീങ്ങുന്ന മക്ബത്തിന്റെ മനസ്സ് കടുത്ത ഭയത്താൽ വേട്ടയാടപ്പെടുകയായിരുന്നു. അപ്പോഴാണ് അയാൾ ആ കാഴ്ച കാണുന്നത്. വായുവിലൊരു വാൾ തൂങ്ങി നിൽക്കുന്നു. അതിന്റെ അറ്റത്തു നിന്ന് രക്തം വിറ്റിട്ട് വീഴുന്നുണ്ടായിരുന്നു. അത് പിടിക്കാൻ അയാൾ ശ്രമിച്ചെങ്കിലും അത് വായുവിൽ അലിഞ്ഞില്ലാതായി. പാപം ചെയ്യാൻ പോകുന്ന അയാളുടെ വിഭ്രാന്തി നിറഞ്ഞ മനസ്സ് കാണിച്ചു കൊടുത്ത ഒരു മായാക്കാഴ്ച മാത്രമായിരുന്നു അത്. ഈ ഭയാനകമായ കാഴ്ച അയാളെ അക്കൊടും പാതകത്തിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. ആ കൂരിരുട്ടിൽ തന്റെ വാൾ അയാൾ ആ നല്ല രാജാവിന്റെ നെഞ്ചിലേക്ക് ഇറക്കി. ഒരൊറ്റ വെട്ട്. അതോടെ ആ ജീവൻ അവസാനിച്ചു. എന്നാൽ ആ കൊലപാതകം ചെയ്തു കഴിഞ്ഞ നിമിഷം മക്ബത്ത് ശരിക്കും മരവിച്ചുപോയി. തൊട്ടടുത്ത് കിടന്നുറങ്ങിയിരുന്ന കാവൽക്കാർ അവരുടെ ഉറക്കത്തിൽ പ്രാർത്ഥിക്കുന്നത് അയാൾ കേൾക്കുന്നുണ്ടായിരുന്നു. അവർക്കൊപ്പം ആമേൻ എന്ന് പറയാൻ അയാൾ പലവട്ടം ശ്രമിച്ചു. പക്ഷേ ആ പുണ്യവാക്ക് അയാളുടെ തൊണ്ടയിൽ കുരുങ്ങി നിന്നു. ആ കൊടുമ്പാതകയുടെ നാവിൽ നിന്നും പിന്നീട് ഒരു പ്രാർത്ഥനയും പുറത്തു വന്നില്ല. ആ ഇരുണ്ട നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് ഭയാനകമായ ഒരു അശരീരി ആ കോട്ടയിലാകെ മുഴങ്ങിക്കേട്ടു. ഇനി ഉറക്കമില്ല, മക്ബത്ത് ഉറക്കത്തെ കൊന്നിരിക്കുന്നു. കേൾക്കുമ്പോൾ തന്നെ ഭയം തോന്നുന്നില്ലേ? മനുഷ്യന്റെ ക്ഷീണമകറ്റുന്ന, ജീവൻ നിലനിർത്തുന്ന നിഷ്കളങ്കമായ ഉറക്കത്തെയാണ് അയാൾ കൊലപ്പെടുത്തിയത്. ആ ശബ്ദം അയാളുടെ ആത്മാവിനെ തുളച്ചുകയറി. ഇനി ഒരു കാലത്തും തനിക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയില്ലെന്ന് ആ നിമിഷം അയാൾക്കുറപ്പായി. പിറ്റേന്ന് പ്രഭാതമുണർന്നത് ആ ഭയാനകമായ വാർത്തയിലേക്കാണ്. ജീവൻ രക്ഷിക്കാൻ രാജാവിന്റെ മക്കൾ നാടുവിട്ടു. സ്വാഭാവികമായും കിരീടം മക്ബത്തിന്റെ തലയെത്തി. ആ വിചിത്ര സഹോദരിമാരുടെ പ്രവചനം അങ്ങനെ സത്യമായിരിക്കുകയാണ്. എന്നാൽ ആ സിംഹാസനം അയാൾക്ക് അല്പം പോലും സമാധാനം നൽകിയില്ല. കാരണം മറ്റൊരു പ്രവചനം കൂടി അയാളെ വേട്ടയാടുന്നുണ്ടായിരുന്നു. തന്റെ കാലശേഷം സുഹൃത്തായ ബാങ്കോയുടെ മക്കൾ രാജാവാകുമെന്ന പ്രവചനം. സ്വന്തം ആത്മാവിനെ നരകത്തിന് വിറ്റുകൊണ്ട് താൻ നേടിയെടുത്ത ഈ ശപിക്കപ്പെട്ട സിംഹാസനം മറ്റൊരാൾക്ക് അവകാശപ്പെട്ടതാണെന്ന ചിന്ത അയാളുടെ ഉറക്കം കെടുത്തിക്കൊണ്ടേയിരുന്നു. ആ അധികാരം നിലനിർത്താൻ മക്ബത്ത് അവസാനം തന്റെ ആത്മസുഹൃത്തായ ബാങ്കോയുടെ രക്തം കൂടി ചിന്തി. അന്ന് രാത്രി കൊട്ടാരത്തിലൊരു വലിയ രാജകീയ വിരുന്നു നടക്കുകയാണ്. പ്രൗഢിയോടെ അതിഥികളെ സ്വീകരിക്കുന്നതിനിടയിൽ മക്ബത്ത് ഇരിക്കാനിരുന്ന കസേരയിൽ ഒരാൾ വന്നിരിക്കുന്നത് അയാൾ കണ്ടു. മറ്റാരുമായിരുന്നില്ല, അത് ബാങ്കോയുടെ രക്തമൊലിക്കുന്ന പ്രേതമായിരുന്നു.
മറ്റാർക്കും കാണാൻ കഴിയാത്ത ആ കാഴ്ച കണ്ട് ആ ക്രൂരനായ സ്വേച്ഛാധിപതി ഭയന്ന് വിറച്ചുപോയി. അയാളുടെ മുഖം വിളറി വെളുത്തു. തൻ്റെ പാപങ്ങൾ ഒരു നിഴൽ പോലെ തന്നെ പിന്തുടരുകയാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. ദുസ്വപ്നങ്ങൾ വേട്ടയാടിയ ആ രാത്രികൾക്കൊടുവിൽ തന്റെ വിധി എന്താകുമെന്ന് കൃത്യമായി അറിയാൻ അയാൾ തീരുമാനിച്ചു. ശാന്തി നഷ്ടപ്പെട്ട ആ രാജാവ് ശൂന്യമായ ആ ഭൂമിയിലെ ഇരുണ്ട ഗുഹയിൽ ആ വിചിത്ര സഹോദരിമാരെ തേടി വീണ്ടുമെത്തി. വരാനിരിക്കുന്ന വലിയ വിനാശത്തിലേക്കും തിളച്ചുമറിയുന്ന ഭ്രാന്തിലേക്കുമുള്ള അയാളുടെ അടുത്ത കാൽവെപ്പായിരുന്നു അത്. വലിയ ഇരുണ്ടൊരു ഗുഹ. അവിടെ തിളച്ചുമറിയുന്ന വലിയൊരു പാത്രത്തിലേക്ക് അവർ നിഗൂഢവും പൈശാചികവുമായ ചേരുവകൾ ഇട്ടുകൊണ്ടിരുന്നു. പാമ്പും വവ്വാലും അർദ്ധരാത്രിയിൽ പറക്കുന്ന മൂങ്ങയുടെ ചിറകും കൊടും വിഷമുള്ള ചെടികളുടെ വേരും ആ തിളയ്ക്കുന്ന പാത്രത്തിലേക്ക് അവർ വലിച്ചെറിഞ്ഞു. കേൾക്കുമ്പോൾ തന്നെ അറപ്പ് തോന്നുന്നില്ലേ? പാതാളത്തിൽ നിന്നും ഇരുട്ടിന്റെ ശക്തികളെ വിളിച്ചു വരുത്താനുള്ള അതിപൈശാചികമായ ഒരു ആഭിചാരകർമ്മമായിരുന്നു അവിടെ നടന്നിരുന്നത്. അയാളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി പാതാളത്തിന്റെ ആഴങ്ങളിൽ നിന്ന് 3 ആത്മാക്കൾ ഉയർന്നു വന്നു. ആദ്യം വന്ന ആയുധധാരിയായ ആത്മാവ് മാക്ഡഫ് എന്ന പ്രഭുവിനെ സൂക്ഷിക്കാൻ ഒരു മുന്നറിയിപ്പ് നൽകി. എന്നാൽ രണ്ടാമത് വന്ന രക്തത്തിൽ കുളിച്ച കുഞ്ഞു പറഞ്ഞത് സ്ത്രീ ഗർഭം ധരിച്ചു പെറ്റ ആർക്കും മാക്ബത്തിനെ കൊല്ലാനാകില്ല എന്നാണ്. അവസാനത്തെ ആത്മാവോ ബിർണം കാട് നടന്നു വരുന്നതുവരെ മാക്ബത്ത് പരാജയപ്പെടില്ല എന്നും പറഞ്ഞു. ഈ വാക്കുകൾ കേട്ട് മാക്ബത്ത് അഹങ്കരിച്ചു. കാടൊരിക്കലും നടക്കില്ലെന്നും എല്ലാ മനുഷ്യരും സ്ത്രീകളിൽ നിന്നാണ് ജനിക്കുന്നതെന്നും വിശ്വസിച്ച് അയാൾ സ്വയം അജയനാണെന്ന് പ്രഖ്യാപിച്ചു. പക്ഷേ ആ അഹങ്കാരത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ഗുഹ പെട്ടെന്ന് ഇളകുകയും നിഴലുകൾ പോലെയുള്ള 8 രാജാക്കന്മാർ മക്ബത്തിനു മുന്നിലൂടെ നടന്നു പോവുകയും ചെയ്തു. അവരുടെ ഏറ്റവും പിന്നിലായി കൊല്ലപ്പെട്ട ബാങ്കോയുടെ പ്രേതവും ഉണ്ടായിരുന്നു. ആ പ്രേതം അയാളെ നോക്കി പരിഹസിച്ചു ചിരിച്ചു. ഭാവിയിൽ സ്കോട്ട്ലൻഡ് ഭരിക്കാൻ പോകുന്ന ബാങ്കോയുടെ തലമുറകളായിരുന്നു അത്. തനിക്കൊരിക്കലും ആ രാജപരമ്പരയെ ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന വലിയ സത്യം അയാൾക്കവിടെ വെച്ച് മനസ്സിലായി. ഭയവും ക്രൂരതയും കൊണ്ട് സമനില തെറ്റിയ മക്ബത്ത് പിന്നീട് ചെയ്തത് ഭയാനകമായൊരു കാര്യമാണ്. തനിക്ക് ഭീഷണിയാണെന്ന് കരുതിയ മാക്ഡഫിന്റെ കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കാൻ അയാൾ ഉത്തരവിട്ടു. നിരപരാധികളായ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അയാൾ അതിക്രൂരമായി കൊലപ്പെടുത്തി. ഈ കുടുംബാതകങ്ങൾ രാജ്യത്താകെ ഭീതി പരത്തി. ജനങ്ങളും സ്വന്തം പ്രഭുക്കന്മാരും അയാളെ വെറുത്തു. സ്വന്തം നാടിനെ ഒരു ശവപ്പറമ്പാക്കി മാറ്റുകയായിരുന്നു ആ സ്വേച്ഛാധിപതി. ഇതിനിടയിൽ പാപത്തിന്റെ ഭാരം താങ്ങാനാവാതെ ലേഡി മക്ബത്ത് എന്ന ക്രൂരയായ റാണി സ്വന്തം ജീവനൊടുക്കി. പണ്ട് അധികാരത്തിനായി ഏതറ്റം വരെയും പോകാൻ തയ്യാറായ ആ സ്ത്രീ അവസാനം സ്വന്തം കൈകളിലെ കഴുകിക്കളയാനാവാത്ത രക്തക്കറകൾ കണ്ട് ഭ്രാന്ത് പിടിച്ച് മരിച്ചു വീണു. അതോടെ ആ വലിയ കോട്ടയിൽ മക്ബത്ത് തീർത്തും ഏകാഗിയായി. സ്നേഹിക്കാനോ ആശ്വസിപ്പിക്കാനോ ആരുമില്ലാത്ത, എല്ലാവരാലും വെറുക്കപ്പെട്ട ഒരേയൊരു ഏകാഗി. അപ്പോഴാണ് മക്ബത്തിന്റെ അവസാനത്തെ പ്രതീക്ഷയും തകർത്തുകൊണ്ട് ഭയന്നു വിളറി വെളുത്ത ഒരു ദൂതൻ ഓടിയെത്തിയത്. അയാൾ പറഞ്ഞു, കാട് ഇളകിത്തുടങ്ങി. അതെ, ദൂരെ ബിർണം കാട് കൊട്ടാരത്തിന് നേരെ നടന്നു വരുന്നതായി അയാൾ കണ്ടത്രേ. അസാധ്യമെന്ന് മക്ബത്ത് കരുതിയ കാര്യം കൺമുന്നിൽ സംഭവിക്കുന്നു. ഇരുട്ടിന്റെ ശക്തികൾ നൽകിയ ആ വാഗ്ദാനങ്ങൾ പൊള്ളയായിരുന്നുവെന്ന് അയാൾക്ക് തോന്നിത്തുടങ്ങി. എന്നാൽ സത്യത്തിൽ ആ കാട് നടക്കുകയായിരുന്നില്ല. മക്ബത്തിനെ താഴെയിറക്കാൻ വന്ന വലിയ സൈന്യം തങ്ങളുടെ എണ്ണം ശത്രുക്കളെ അറിയിക്കാതിരിക്കാൻ ബിർണം കാട്ടിലെ മരച്ചില്ലകൾ വെട്ടി അതിനു പിന്നിൽ ഒളിച്ചാണ് മുന്നേറിയിരുന്നത്. ദൂരെ നിന്ന് നോക്കുമ്പോൾ കാട് നടന്നു വരുന്നതായി തോന്നും. ആത്മാക്കളുടെ പ്രവചനം സത്യമായി. എന്നാൽ അയാൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു അത് സംഭവിച്ചത്. അവിടെ അയാളുടെ അഹങ്കാരത്തിന്റെ വലിയൊരു കോട്ട തകർന്നു വീഴുകയായിരുന്നു. മരണത്തെ മുഖാമുഖം കണ്ട ആ സ്വേച്ഛാധിപതി തന്റെ അവസാനത്തെ ധീരത സംഭരിച്ച് യുദ്ധത്തിനിറങ്ങി. തന്റെ മുന്നിൽ വന്നവരെയെല്ലാം വെട്ടി വീഴ്ത്തിക്കൊണ്ട് അയാൾ മുന്നേറി. ഒടുവിൽ അയാൾ മാക്ഡഫിന് മുന്നിലെത്തി. ആത്മാക്കൾ മുന്നറിയിപ്പ് നൽകിയ അതേ മാക്ഡഫ് തന്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും കൊന്ന കൊടും പാതകയോട് പകരം ചോദിക്കാൻ മാക്ഡഫ് അവിടെ കാത്തു നിൽക്കുകയായിരുന്നു. അത്യന്തം രക്തരൂക്ഷിതമായൊരു പോരാട്ടമാണ് പിന്നീട് അവിടെ നടന്നത്. ആ പോരാട്ടത്തിനിടയിൽ തന്റെ അവസാനത്തെ അഹങ്കാരത്തോടെ മക്ബത്ത് മാക്ഡഫിനോട് വിളിച്ചു പറഞ്ഞു, എന്നെ തോൽപ്പിക്കാൻ നിനക്കാവില്ല മാക്ഡഫ്. കാരണം സ്ത്രീ ഗർഭം ധരിച്ചു പെറ്റ ആർക്കും എന്നെ കൊല്ലാനാകില്ല. ഇരുട്ടിന്റെ ശക്തികൾ നൽകിയ ആ വാഗ്ദാനത്തിലായിരുന്നു അയാളുടെ അവസാനത്തെ വിശ്വാസം. എന്നാൽ ആ വിശ്വാസവും തകരാൻ പോവുകയാണെന്ന് അയാൾ അറിഞ്ഞിരുന്നില്ല. ആ നിമിഷം ഇരുട്ടിന്റെ ശക്തികൾ നൽകിയ ആ വ്യാജവാഗ്ദാനം തകർന്നു വീണു. മാക്ഡഫ് ഒരു സാധാരണ ജനനം കൊണ്ടവനല്ല, മറിച്ച് മാതാവിന്റെ വയറ് കീറി പുറത്തെടുത്തവനാണെന്ന സത്യം വെളിപ്പെട്ടു. ആ വാക്കുകൾ കേട്ട മക്ബത്തിന്റെ അവസാനത്തെ ധൈര്യവും ചോർന്നുപോയി. തന്നെ സംരക്ഷിച്ചിരുന്ന വാഗ്ദാനങ്ങളെല്ലാം വെറും വാചക കസർത്തുകളായിരുന്നുവെന്ന് അയാൾ വേദനയോടെ തിരിച്ചറിഞ്ഞു. നിരാശയുടെ പടുകുഴിയിൽ വീണ മക്ബത്ത് അലറി, ഇതു പറയുന്ന നിന്റെ നാവ് ശപിക്കപ്പെട്ടതാകട്ടെ. രണ്ടർത്ഥം വരുന്ന വാക്കുകൾ കൊണ്ട് നമ്മെ വഞ്ചിക്കുന്ന ഈ ദുഷ്ടശക്തികളെ ഇനി ലോകത്തിൽ ആരും വിശ്വസിക്കാതിരിക്കട്ടെ. തോൽവി ഉറപ്പായെങ്കിലും കീഴടങ്ങാൻ അയാൾ തയ്യാറായില്ല. തന്റെ വിധിക്കു മുന്നിൽ മുട്ടുകൊട്ടാൻ വിസമ്മതിച്ചുകൊണ്ട്
ഒരു വന്യമൃഗത്തെപ്പോലെ അയാൾ അവസാനത്തെ പോരാട്ടത്തിലേക്ക് എടുത്തുചാടി. ആ ഭയാനകമായ പോരാട്ടത്തിനൊടുവിൽ മാക്ഡഫിന്റെ വാളിനു മുന്നിൽ ആ സ്വേച്ഛാധിപതി പരാജയപ്പെട്ടു. ആ ദുഷ്ടനായ രാജാവിന്റെ തലയറുത്ത് മാക്ഡഫ് യഥാർത്ഥ അവകാശിയായ മാൽക്കം രാജാവിനെ സമ്മാനിച്ചു. ജനങ്ങളുടെയും പ്രഭുക്കന്മാരുടെയും ഹർഷാരവങ്ങൾക്കിടയിൽ നീതിമാനായ പുതിയ രാജാവ് സിംഹാസനത്തിലേറി. അങ്ങനെ സ്കോട്ട്ലൻഡിനെ വിറപ്പിച്ച രക്തരൂക്ഷിതമായ ആ ഇരുണ്ട ഇതിഹാസത്തിന് അവിടെ തിരശ്ശീല വീഴുകയായിരുന്നു. ഈ കഥ ഇവിടെ അവസാനിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ചെറിയ സത്യങ്ങൾ പറഞ്ഞ് നമ്മെ വിശ്വസിപ്പിക്കുകയും പിന്നീട് വലിയ നാശത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന ഈ ഇരുട്ടിന്റെ ശക്തികളെ മനുഷ്യർ എന്നെങ്കിലും തിരിച്ചറിയുമോ? ദുരാഗ്രഹത്തിന്റെ നിഴലുകൾ ഇനിയും നമ്മെ മഹാവിനാശത്തിലേക്ക് നയിക്കുമോ? ഈ ചോദ്യം കാലങ്ങളോളം മാറ്റൊലിക്കുകൊള്ളും. ഈ മഹത്തായ ഇതിഹാസം അവസാനിക്കുന്നില്ല. അത് എക്കാലത്തേക്കുമായി മനുഷ്യന്റെ ഉള്ളിലെ ഇരുട്ടിനെ നോക്കി ഈ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. ആ ഇരുണ്ട രഹസ്യങ്ങൾ ഇന്നും ആ ശൂന്യമായ ഭൂമിയിൽ കാറ്റുപോലെ അലഞ്ഞു തിരിയുന്നുണ്ടാകാം.